കേൾക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നത് പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആമോസിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നു. അവരുടെ പാപങ്ങളെപ്പറ്റി അവരെ ബോധവൽക്കരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ന്യായത്തെ കാഞ്ചിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്നവരെ എന്ന് കാണുവാൻ സാധിക്കും. അന്യായമായി പ്രവർത്തിക്കുകയും അനീതി കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോട് ദൈവം പറയുവാണ്, നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ആ ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത് സീക്ക് മീ ആൻഡ് ലിവ്. സീക്ക് മീ ലിവ്, ജീവിക്കുവാൻ എന്നെ അന്വേഷിക്കുക എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനെ എന്നെ അന്വേഷിപ്പീൻ. അത് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ വേറെ ഭാഗങ്ങൾ കാണുന്നു. 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, ബഥേലിനെ അന്വേഷിക്കരുത്, ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേർഷേബയിലേക്ക് കടക്കുകയും വരുത്. ഈ 3 സ്ഥലങ്ങളും ബൈബിളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. ബഥേൽ, അവരുടെ പിതാവായ യാക്കോബിന് ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ബഥേൽ. ഗിൽഗാൽ, അവിടെ നിന്ന് ഉരുണ്ടു മാറിയ സ്ഥലമാണ്. അവരുടെ ശത്രുവിന്റെ മുമ്പിൽ നിന്നും നിന്നെ മാറ്റി വിജയം നൽകിയ സ്ഥലമാണ് ഗിൽഗാൽ. ബെർഷേബ, ദാൻ മുതൽ ബെർഷേബ വരെ എന്നുള്ളത് പ്രോമിസ് ലാൻഡിന്റെ വാഗ്ദത്ത കനാനിന്റെ അതിരുകളാണ്. അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള അവരെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുക, നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ആ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ നീതീകരിക്കാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി തീർന്നാൽ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് കടന്നു വന്നാൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകുവാൻ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം നന്മ കാണിക്കുവാൻ ഇടയായിത്തീരും എന്നവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് സീക്ക് മീ ലിവ്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനെ എന്നെ അന്വേഷിപ്പീൻ. യിരെമ്യാവ് പ്രവചനം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തും. അതുപോലെ യെശയ്യാ പ്രവചനം 40-29 നമ്മൾ വായിക്കുന്നു, ദൈവം ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു, ബലമില്ലാത്തതിന് ബലം കൽപ്പിക്കുന്നു. ബലം നൽകുകയും ശക്തി നൽകുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യെശയ്യാ 43-2 നമ്മൾ വായിക്കുന്നത്, നദിയിൽ കൂടി നീ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയാതെ ഞാൻ നിന്നെ സൂക്ഷിക്കും. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകാതെയും ഞാൻ നിന്നെ സൂക്ഷിക്കും. അങ്ങനെ ജീവിതത്തെ സുരക്ഷിതത്വം തന്ന് ജീവിതത്തിലെ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളിൽ നിന്ന് കൈപിടിച്ച് കയറ്റി ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇത് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിലെ പ്രയാസത്തിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ ദൈവത്തെങ്കിലും കടന്നു വരിക. ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബഥേലിലേക്ക് പോകണ്ട, ഗിൽഗാലിലേക്ക് പോകണ്ട, ബെർഷേബയിലേക്ക് ചെല്ലുകയും വേണ്ട, ദൈവത്തെങ്കിലേക്ക് നോക്കുക. ദൈവം നമ്മെ വിടുവിപ്പാൻ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. സീക്ക് ഹിം ആൻഡ് ലിവ്. കർത്താവേ, അതിനായി ഞങ്ങളെ സഹായിക്കണം. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.